ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ക്ലാസ് മുറിയിൽ വെച്ച് പാമ്പ് കടിയേറ്റു. ചെങ്കൽ ഗവൺമെന്റ് UPSലെ വിദ്യാർത്ഥിനി നേഹിക്കാണ് പാമ്പ് കടിയേറ്റത്. ഇന്ന് ഉച്ചയ്ക്ക് ക്ലാസ് മുറിയിൽ ക്രിസ്മസ് ആഘോഷം നടക്കുന്നതിനിടെയായിരുന്നു സംഭവം. TV പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, ഇപ്പോൾ കുഞ്ഞിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? അരുൺ, അതിലാണ് ഒരു ആശ്വാസമുള്ളത്. കുഞ്ഞിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. അരുൺ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഉച്ചക്ക് 12 മണിയോടെയാണ് ഈ സംഭവം നടന്നത്. ചെങ്കൽ ഗവൺമെൻറ് UP സ്കൂളിലായിരുന്നു ഈ ദാരുണമായ ഒരു സംഭവം, ആരെയും പേടിപ്പിക്കുന്ന ഒരു സംഭവം. ആ പാമ്പ് ക്ലാസ് മുറിയിലേക്ക് കയറി വന്ന് കടിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഇന്ന് അവിടെ ക്രിസ്മസ് ആഘോഷമായിരുന്നു. ക്രിസ്മസ് ആഘോഷത്തിനിടെ ചുരുട്ട എന്ന് അറിയപ്പെടുന്ന പാമ്പാണ്. ചുരുട്ടയുടെ പ്രത്യേകത അത് വളരെ വേഗം കടിച്ചു മാറുന്ന ഒരു പാമ്പായിട്ടാണ് അതിനറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ കാലിൽ കടിച്ച ഉടൻ തന്നെ വലത് കാലിൻ്റെ കാൽപാദത്തിൽ കടിയേറ്റു എന്നാണ് മനസ്സിലാക്കുന്നത്. കടിയേറ്റ ഉടൻ തന്നെ കുട്ടി കാല് കുടയുകയും ആ പാമ്പ് ദൂരത്തേക്ക് പോവുകയും ചെയ്തു. മറ്റ് കുട്ടികളും ആ സംഭവം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അധ്യാപകരിൽ നിന്നും അതുപോലെ തന്നെ കുട്ടിയുടെ രക്ഷിതാക്കളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും വലിയ അപകടം അവിടെ ഉണ്ടായിരുന്നില്ല. കുഞ്ഞിന് പാമ്പ് കടിയേറ്റ ഉടൻ തന്നെ ചികിത്സ നൽകാൻ കഴിഞ്ഞു. പ്രാഥമിക ചികിത്സ നൽകി പിന്നീട് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. ഒരു പ്രശ്നമില്ല എന്നുള്ളത് തന്നെയാണ് ഡോക്ടർമാർ വിശദീകരിക്കുന്നത്. ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് പറയുന്നു. നാട്ടുകാർ പറയുന്നതിൻ്റെ പരിസരം കാട് മൂടി കിടക്കുന്നതാണ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും നാളെ അങ്ങോട്ടേക്കൊന്ന് പോകേണ്ടതുമുണ്ട് അരുൺ, തീർച്ചയായിട്ടും. കാരണം എന്തായാലും നേരത്തെയും ഒരുപാട് വയനാട്ടിലൊക്കെയുള്ള സംഭവം നമ്മുടെ മുന്നിലുണ്ട്. ഇങ്ങനെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ക്ലാസ് മുറിയിലേക്ക് പാമ്പ് കയറി വരുന്ന രീതിയിലേക്ക്, കുഞ്ഞുങ്ങളെ കടിക്കുന്ന രീതിയിലേക്ക് മാറുന്നു എന്നുള്ളത് അത് വലിയ സങ്കടം തന്നെയാണ്. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.